ഹായ്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് നിർത്തിന് മ്യൂസിയത്തിൽ നമ്മൾ റിവർലാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ റിവർലാൻഡിലേക്ക് പോകുന്നിടത്തുള്ള ബാക്കി വീഡിയോസായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മളിതാ ഷാർജയിൽ എത്തിയിട്ടുണ്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ ഷാർജയിൽ ഒരു പാർക്കിൽ ഇറങ്ങി നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. ഒരു ചേഞ്ച് ആവാമല്ലോ, അപ്പോൾ ഇതൊക്കെ രസമല്ലേ. നമ്മൾ ആ പാർക്കിലിറങ്ങി ഫുഡൊക്കെ കഴിക്കുകയാണ്. നെയ്ച്ചോറും ബീഫ് കറിയും അച്ചാറും തൈരൊക്കെ നമ്മളെടുത്തിന്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടുന്ന് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ റിവർലാൻഡിലേക്കുള്ള എൻട്രൻസ് ആണിത്. നല്ല ഫുള്ള് കാരക്കൻ്റെ മരങ്ങൾ വെച്ച് ഞാൻ ഫുള്ള് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദുബായിലൊക്കെ ഉള്ള റിവർലാൻഡിലൊക്കെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടാവും. ഒരു പ്രത്യേകതരം ഭംഗിയാണ് അവിടെ, നല്ല രസമാണ്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഞാൻ ഒരുപാടൊന്നും നിങ്ങളങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ബോറടിപ്പിക്കില്ല. ആ പ്രോഗ്രാമൊക്കെ ഞാൻ ഇതിൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും വീഡിയോസ് കാണാം. നല്ല അടിപൊളി പ്രേതത്തിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രേതം വൈബൊക്കെ ആക്കി ഞാൻ അങ്ങനത്തെ പ്രോഗ്രാം ഉണ്ട്. 9 മണി വരെ അവിടെ പ്രോഗ്രാം. പക്ഷേ ഞങ്ങൾ അത്രയും ടൈമൊന്നും നിന്നിട്ടില്ല. ഞങ്ങൾ ഒരു 7:45-8 മണിയൊക്കെ ആരെ ഞങ്ങളൊന്ന് തിരിച്ച് പോകുന്നുണ്ട്. നമുക്ക് ഒരുപാട് ദൂരം ഉണ്ടല്ലോ തിരിച്ച് ഫുജിയറയിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പോയിട്ടുണ്ട്. ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ മ്യൂസിയത്തിലൊക്കെ ഉണ്ടാകുന്ന കാറില്ലേ, അത് കണ്ടിട്ട് പിന്നെ എല്ലാവർക്കും ഒരു അത്ഭുതം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ ഇങ്ങനെ 2 ആളൊക്കെ കൊള്ളുള്ളൂ. 2 ആൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കണ്ട് അതിന് ചുറ്റും ഇങ്ങനെ നടന്ന് ഒന്ന് തൊട്ട് തല്ലുപടി നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്, എൻട്രൻസിലേക്ക്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 ദിറംസിൻ്റെ ടിക്കറ്റാണ്. പക്ഷെ അത് നമുക്ക് എന്തുകൊണ്ട് ടിക്കറ്റ് നമുക്ക് വെറുതെ ആവില്ല. നമുക്ക് അവിടെ ഏതെങ്കിലും ഫുഡ് കോർട്ടിൽ ഫുഡിൻ്റെ സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ. ഒരുപാട് ഷോപ്പിംഗ് നടത്തുന്ന സ്ഥലങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചില സ്ഥലങ്ങളിലില്ല കേട്ടോ, ഒരു പേരൊന്നും എല്ലാവർക്കും കറക്റ്റ് അറിയില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ടിക്കറ്റ് എടുക്കില്ല. അവിടെ തന്നെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ ടിക്കറ്റ് നമ്മൾ കൊടുത്താൽ അതിന് ഏത് ഫുഡാണ് നമുക്ക് ആ പൈസക്ക് വേണ്ട അല്ലെങ്കിൽ എക്സ്ട്രയിലൊക്കെ നമുക്ക് ആഡ് ചെയ്തെങ്ങാൻ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ടിക്കറ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നമുക്കത് മുതലാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടിക്കറ്റിൻ്റെ വിശേഷം. പിന്നെ ഇങ്ങനെ നടന്ന് കാണാൻ ഈ ദുബായിൽ എവിടെ പോയാലും ഒരുപാട് നടക്കാനാണ് ഉണ്ടാവുക. നടക്കാൻ ഇങ്ങനെയുള്ളൊരു എനർജി ആയിട്ട് വേണം നമ്മൾ പോകാൻ. എവിടെ കാണാൻ പോവുകയാണെങ്കിലും നമ്മൾ നടക്കാനുള്ളൊരു എനർജി ആയിട്ട് വേണം പോകാൻ. നടന്ന് കൊഴിഞ്ഞി. പക്ഷെ എല്ലായിടത്തും പാട്ടൊക്കെ വെച്ച് ഓരോരോ പ്രോഗ്രാമും പിന്നെ കുട്ടികളെ ഒരുപാട് ഗെയിമുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരോ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലെത്തിയാൽ. ഫോട്ടോസ് എടുക്കാനുള്ള അങ്ങനെ എന്താ പറയുക, ഏത് റീൽസ് എടുക്കുന്നവർക്ക് ഫോട്ടോസ് എടുക്കുന്നവർക്ക് അടിപൊളി സ്ഥലമാണ്. ഒരുപാട് റീൽസൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. റീൽസൊക്കെ പുതിയ ട്രെൻഡൊക്കെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് അതൊക്കെ ഞാൻ ചെറിയ ഷോർട്ടായിട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മളൊരു ചിക്കൻ പിസ്സ വാങ്ങി. ഇവിടെയൊന്നും ആ ടിക്കറ്റ് എടുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയല്ലേ, അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നേരത്തെ നമ്മളൊരു പിസ്സ, ചിക്കൻ്റെ പിസ്സ എന്തോ പേരൊക്കെ ഉണ്ടിട്ട് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ഐസ്ക്രീം കഴിച്ച്
ഫുഡ് കഴിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ കഴിച്ച് നമ്മളങ്ങ് വീട്ടിലേക്ക് പോയതേനു. അപ്പോൾ ലാസ്റ്റ് പ്രോഗ്രാം കൂടി ഉണ്ട്, അതിലും കണ്ട് വീഡിയോ അതിൻ്റെ ചെയ്യാം. ടാറ്റാ.